ഹായ് ഓൾ. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നതൊരു മിക്സ് ജാം റെസിപ്പിയാണ്. മിക്സ് ജാം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം. ലൈക്ക് പച്ചമുന്തിരിങ്ങ എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന കറുത്ത മുന്തിരിയും സ്ട്രോബെറിയും ആപ്പിളുമാണ്. ഓറഞ്ച് ആയാലും ഒക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഈ കറുത്ത മുന്തിരി എടുത്തിരിക്കുന്നത്, ഈ കറുത്ത മുന്തിരി ആകുമ്പോൾ നമുക്കൊരു വൈൻ റെഡ് കളറ് നമ്മുടെ ജാമിന് കിട്ടും. അതൊന്നുകൂടെ അട്രാക്റ്റീവുമാണ്. സാധാരണ ഒരു ജാമിൻ്റെ മിക്സ് ജാമിൻ്റെ ഒരു കളറും ആ ഒരു കളറായതുകൊണ്ടാണ് ഞാൻ ഈ കറുത്ത മുന്തിരി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ജാമിൽ നമുക്ക് സാധാരണ കിട്ടുന്ന കൺസിസ്റ്റൻസിയാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് ഗ്രൈൻഡറിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് ഒന്ന് അരിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു കൺസിസ്റ്റൻസി കിട്ടും. ഞാനിവിടെ നമ്മൾ സാധാരണ ഒരു ജാമിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ പീസൊക്കെ കിട്ടുന്ന, കഴിക്കുമ്പോൾ ഒരു ചെറിയ ചെറിയ പീസസ് കിട്ടുന്ന ഒരു കൺസിസ്റ്റൻസിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന ജാം. അതിനുശേഷം ഈ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം ഒരു പാനിലേക്ക് ഇട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. വേവിച്ച് ഒരു പകുതി ആകുമ്പോഴത്തേക്കിനും ഇതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങും. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ലോണം ഒന്ന് വെന്ത് തുടങ്ങുന്ന സമയത്തേക്ക് ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ആവശ്യത്തിനനുസരണം പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചും ഈ ഫ്രൂട്ട്സിനൊക്കെ ഓൾറെഡി നല്ല മധുരമുള്ളതാണ്. സ്ട്രോബെറി ആയാലും ആപ്പിൾ ആയാലും ഗ്രേപ്സ് ആണെങ്കിലും നല്ല മധുരമുള്ള ഫ്രൂട്ട്സാണ്. അത് കാരണം നമ്മൾ മധുരം എപ്പോഴും നമ്മൾ എടുക്കുന്ന അളവിനനുസരിച്ച് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി അതൊന്ന് കാരമലൈസ് ആയി വരുമ്പോഴത്തേക്കിന് തന്നെ ജാമിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ഇത് മാറി തുടങ്ങും. ഈ ജാം വന്നിട്ട് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് ആയി തുടങ്ങുന്ന ഒരു ടൈമിൽ സ്റ്റൗ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. അല്ലാതെ ഒരു ലൂസ് കൺസിസ്റ്റൻസി പോലെയുള്ളൊരു ജാമാണ് ഇഷ്ടമെങ്കിൽ നമുക്ക് ഈ ടൈമിൽ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഈ സ്റ്റൗ ഓഫ് ചെയ്യുന്നതിന് മുന്നായിട്ട് 1 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പ്ലെയിൻ ആയിട്ടുള്ള ബ്രെഡായാലും ബണ്ണായാലും അതിനോടൊപ്പം ഇങ്ങനത്തെ ഒരു ജാമിൽ നല്ല ചെറിയ പീസസൊക്കെ ഉള്ളപ്പോൾ അതൊരു വെറൈറ്റി ഉണ്ട്. അതുകൊണ്ട് നോർമലൊരു സ്മൂത്ത് കൺസിസ്റ്റൻസിയേക്കാളും ഇങ്ങനെ ഒന്ന് ജാം ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഈ സ്ട്രോബെറിയൊക്കെ നമ്മുടെ നാട്ടിൽ അത്ര കോമൺ അല്ല, നമ്മുടെ ഇവിടെ ഒന്നും കിട്ടാറില്ല. പിന്നെ നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഇവിടെ. പിന്നെ ഈ ലുലുന്ന് എൻ്റെ ബ്രദർ വാങ്ങിക്കൊണ്ട് വന്നത്, അത് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് വന്ന് ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ എത്തിയപ്പം എനിക്ക് കഴിക്കുന്നതിനേക്കാളും ജാമിൽ ആഡ് ചെയ്യാമെന്ന് ഓർത്തു. അങ്ങനെയാണ്, നല്ലോണം പഴുത്തു പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഈ ജാമിൽ ആഡ് ചെയ്തത്. ഈ 3 ഫ്രൂട്ടും ചേർത്തിട്ടുള്ള ജാം നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ലൊരു ടേസ്റ്റ്, ലൈക്ക് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഒരു ഫ്രഷ് ടേസ്റ്റ് ഉണ്ട്. ഒരുപാട് മധുരമൊന്നും ചേർക്കാത്തതുകൊണ്ട്. അപ്പോൾ നമ്മൾ അവൈലബിൾ ആയുള്ള ഫ്രൂട്ട്സ് വെച്ച് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.